ഇതാണ് ഫോർഡ് മോൻഡിയോ. നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം ഐക്കോണായിട്ട് ചിലപ്പോൾ സാദൃശ്യമൊക്കെ തോന്നിയിരിക്കാം, പക്ഷേ അതായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കാറാട്ടോ. ഈ ഒരു വണ്ടി വളരെ റെയറായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് കാണാൻ ചാൻസ് ഉള്ളൊരു വണ്ടിയാണ്. കാരണം ഈ ഒരു വണ്ടി വളരെ ചുരുങ്ങിയ അളവിൽ മാത്രമാണ് വിറ്റഴിക്കപ്പെട്ടിരുന്നത്. ഞാനിന്ന് നമ്മുടെ കൊച്ചിയിലെ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഞാനിന്ന് ഈ ഒരു വണ്ടി കാണാൻ ഇടയായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെയധികം കൗതുകരമായി തോന്നിയിരുന്നു. അപ്പോൾ ഈ ഒരു വണ്ടിയെ പറ്റി പറയുവാണെങ്കിൽ ഇതിലൊരു 2 ലിറ്റർ ഡീസൽ, 2 ലിറ്റർ പെട്രോൾ എന്നീ എഞ്ചിനായിരുന്നു നൽകിയിരുന്നത്. 2001 തൊട്ട് 2006 വരെയായിരുന്നു ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഇത് വളരെ ചുരുങ്ങിയ അളവിൽ മാത്രമായിരുന്നു വിറ്റഴിക്കപ്പെട്ടിരുന്നത്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സിലൂടെ വരികയാണെങ്കിൽ അവിടെ ABS, ESP തുടങ്ങി ആ ഒരു ഹെഡ്ലൈറ്റ് കണ്ടു. ഹെഡ്ലൈറ്റിൻ്റെ ആ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റും ആ ഹെഡ്ലൈറ്റ് വാഷ് യൂണിറ്റൊക്കെ കണ്ടു. വളരെ പ്രീമിയമായിട്ട് വന്നൊരു കാറായിരുന്നു. വില അല്പം ഉയർന്നായിരുന്നു, പക്ഷേ അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആയിരുന്നു മെയിൻ്റെനൻസ് കോസ്റ്റ് ഒക്കെ എന്ന് പറയുന്നത്. അതൊക്കെ തന്നെയായിരുന്നു ഈ ഒരു വണ്ടിയുടെ പ്രധാന പരാജയത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പിൻവെസ്റ്റോട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ ആ ഒരു റിയർ സ്പോയിലറും ആ ഒരു ടൈലൈറ്റൊക്കെ തന്നെ ഉണ്ടോ എവിടേക്കോ നിങ്ങൾക്ക് ഫോർഡിൻ്റെ മറ്റു വാഹനമായിട്ട് ചിലപ്പോൾ ഒരു സാദൃശ്യമൊക്കെ തോന്നാം. അപ്പോൾ ഈ ഒരു വണ്ടി